ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും, ഒരു സംശയം വേണ്ട. കാരണം അതിന്റെ പുറകിൽ ഒരു CPM ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് പങ്കാളികളായ ആളുകളെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയാണ്. മോഷണ കുറ്റത്തിന്, അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിന് ജയിലിൽ പോയ 2 നേതാക്കന്മാർക്കെതിരായും നടപടിയെടുക്കില്ല എന്ന് പറയാൻ തൊലിക്കെട്ടി കാണിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണുള്ളത്. എന്താ കാര്യം? അവരെ പേടിയാണ്. അവര് മൊഴി കൊടുത്താൽ വലിയ വമ്പൻ നേതാക്കന്മാർ പെടുമോ എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം. അപ്പൊ ഈ വിഷയം ഗൗരവമായി കേരളം ചർച്ച ചെയ്യും. അയ്യപ്പന്റെ ശ്രീകോവിലിലെ വാതിലും കട്ട്ളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിക്കുകയും ഒരു പ്രാവശ്യം, രണ്ടാമത് കൊള്ളയടിക്കാൻ ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടരുകയാണ്, ഒരു സംശയം വേണ്ട, അത് കൊണ്ടുവരും. തന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ, തന്ത്രിക്ക് അറിയാമായിരുന്നു, തന്ത്രിയല്ലല്ലോ ഉത്തരവാദി, തന്ത്രിയല്ലല്ലോ, അത് SIT അന്വേഷിക്കട്ടെ.